പോകാമെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തിരുവനന്തപുരം എന്തായാലും താമര വിരിയുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിൽ ഏതൊക്കെ മേഖലകളിലെ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണുന്നത്? ഇനി എണ്ണി തീർക്കാനുള്ളത് തിരുവനന്തപുരത്ത് മുന്നണികൾക്കും സ്വാധീനമുള്ള, അല്ലെങ്കിൽ LDFനും UDFനും ഒരുപോലെ സ്വാധീനമുള്ള വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള മേഖലകളാണ്. ആ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല. അതേസമയം നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിലെ വോട്ട് എണ്ണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. അവിടെയാണ് 20,000-ന് മുകളിൽ ഭൂരിപക്ഷം BJPയുടെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചത്. നിലവിൽ ഭൂരിപക്ഷം 10,000-ന് മുകളിലാണ്. എങ്കിൽ പോലും അതൊരു സ്ഥിരമായൊരു ഭൂരിപക്ഷം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം തീരദേശ മേഖലകളിൽ നിന്നും കൃത്യമായി ഒരു പിന്തുണ BJPക്ക് ലഭിച്ചാൽ മാത്രമേ വിജയം ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അത്തരത്തിൽ ഒരു പിന്തുണ പലപ്പോഴും ലഭ്യമായിട്ടില്ല. പ്രത്യേകിച്ചും തീരദേശ മേഖലകളിലും ന്യൂനപക്ഷ മേഖലകളിലും ഒന്നും തന്നെ അത്തരത്തിലൊരു പിന്തുണ നേരത്തെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് BJPയുടെ ഒരു വിജയം അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതേസമയം ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിൽ പലപ്പോഴായി പല രീതിയിലായി വോട്ടിംഗ് നില മാറി മറിയുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത്തരത്തിൽ ഇപ്പോൾ അടൂർ പ്രകാശിന് നേരിയ ഒരു ലീഡ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അവിടെ LDF മുന്നോട്ട് വരുന്നത് കാണാൻ കഴിയുന്നു. അതായത് ലീഡ് നില എന്ന് പറയുന്നത് 900-ഓ 1000-ഓ അങ്ങനെയുള്ള ചെറിയൊരു വോട്ടിംഗ് നില മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്. അല്ലാതെ കാര്യമായൊരു വോട്ടിംഗ് ഭൂരിപക്ഷം അവിടെയും ഉണ്ടാകുന്നില്ല. അതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം തിരുവനന്തപുരത്തെ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ചുള്ള മത്സരം നടക്കുന്നു, അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ചുള്ള മത്സരമായിരുന്നു എന്നുള്ളതിന് വ്യക്തമാക്കുന്ന അത്തരത്തിലേക്കാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നീണ്ടുപോകുന്നത്. അതേസമയം മറ്റു മേഖലകളിലേക്ക്, തെക്കൻ മേഖലകളിലേക്ക് പോകുമ്പോഴേക്കും അവിടെ എല്ലാം തന്നെ UDF ഏകദേശം വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് കൊല്ലത്തും അതുപോലെ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തുമെല്ലാം തന്നെ UDF അവരുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം കുറവ് പത്തനംതിട്ടയിലായിരുന്നു. കോൺഗ്രസ് പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷം ആയിരുന്നു. ആ ഭൂരിപക്ഷം 20,000-നും 30,000-നും ഇടയിലാണ്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു ഭൂരിപക്ഷം അവിടെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നില്ല. അതേസമയം CPMന് വലിയ പ്രതീക്ഷയായിരുന്നു പത്തനംതിട്ടയിലുണ്ടായിരുന്ന. ആ പ്രതീക്ഷ അടിതെറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം 5 നിയമസഭാ മണ്ഡലങ്ങളും LDFിൻ്റെ കയ്യിലാണ്. LDFന് വലിയ മേൽക്കൈ നേടിയിട്ടുള്ള, വലിയ ഭൂരിപക്ഷം നേടിയിട്ടുള്ള 5 മണ്ഡലങ്ങൾ. ആ 5 മണ്ഡലങ്ങളും പൂഞ്ഞാറും ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയും ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയിൽ വരിക. അവിടെ എല്ലാം തന്നെ LDFന് മേൽക്കൈയുള്ള സ്ഥലങ്ങളാണ്. ആ LDFിൻ്റെ മേൽക്കൈ നഷ്ടമായിരിക്കുന്നു. അവിടെ നിന്നും UDFിൻ്റെ ആൻ്റണി പാർലമെൻറ്റിലേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലേക്കാണ് ലീഡ് നില പോകുന്നത്. ആലപ്പുഴയിലും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം 10,000-ൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം 10,474 വോട്ടാണ് മുഹമ്മദ് ആരിഫിന് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ലഭിച്ചിരുന്നത്. എന്നാൽ ആ ഭൂരിപക്ഷം എത്രയോ ഇരട്ടി വർദ്ധിച്ചുകൊണ്ട് KC വേണുഗോപാലും വലിയൊരു വിജയം നേടിയിരിക്കുന്നു. അവിടെ പലപ്പോഴും 2ാം സ്ഥാനത്തേക്ക് ശോഭ സുരേന്ദ്രൻ എത്തിച്ചേർന്നിരുന്നു. BJPയുടെ ആദ്യം അവർ ലീഡിലേക്ക് വരികയും ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ 2ാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി തന്നെയാണ്. അത്തരത്തിൽ ഒരു വലിയ മത്സരം ആലപ്പുഴയിലും നടന്നു. അതേസമയം രാഷ്ട്രീയ കേരളം നോക്കിക്കണ്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ മത്സരം തന്നെയാണ് കോട്ടയത്ത് നടന്നത്. കേരള കോൺഗ്രസ്സുകാർ മുഖത്തോട് മുഖം നോക്കി മത്സരിച്ച ഒരു മത്സരം. അത് പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രസ്റ്റീജ് മത്സരമായിരുന്നു. അവിടെ പരാജയപ്പെട്ടതോടുകൂടി തന്നെ കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയം ജില്ലയിൽ, അവരുടെ കേന്ദ്രമായ കോട്ടയം ജില്ലയിൽ, കോട്ടയം പാലാ മേഖലകളിലൊക്കെ അടിപതറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലൊരു വലിയ നേട്ടം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ലഭ്യമായിരിക്കുന്നു. കാരണം കേരള കോൺഗ്രസ് എം UDFിനോടൊപ്പം നിന്നപ്പോൾ നൽകിയ സീറ്റായിരുന്നു. അതിൽ തോമസ് ചാഴിക്കാടൻ ജയിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് പിന്നീട് LDFിലേക്ക് പോയ സമയത്ത് LDFിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ഒരു സീറ്റ് കൂടി LDFിന് അനുകൂലമാകുന്നു. അങ്ങനെ 2ആയി മാറിയിരുന്നു. ഇപ്പോൾ അതേ സ്ഥാനാർത്ഥിയെ തന്നെ LDF മത്സരിപ്പിച്ചപ്പോൾ സീറ്റ് ചോദിച്ചു വാങ്ങിച്ചാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്നത്. അവിടേക്ക് ഫ്രാൻസിസ് ജോർജ് എത്തുന്നു. ആ ഫ്രാൻസിസ് ജോർജ് ജില്ലക്കാരനല്ല എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ തുടക്കം മുതൽ സൗമ്യനായ അദ്ദേഹം വളരെ കൃത്യമായൊരു മത്സരം കാഴ്ചവെച്ചു. അദ്ദേഹത്തിനും കാര്യമായ തരത്തിലേക്ക് ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തെക്കൻ കേരളത്തിൽ
അത്തരത്തിൽ ഒരു UDFിൻ്റെ മുന്നേറ്റം എന്ന് പറയുമ്പോഴും തലസ്ഥാന നഗരത്തിൽ ഇഞ്ചോടിഞ്ച് ഭൂരിപക്ഷത്തിലുള്ളൊരു മത്സരം മുന്നേറുകയാണ്. കാരണം ശശി തരൂരിൻ്റെ ഒരു പ്രസ്റ്റീജ് മത്സരമായിരുന്നു. തലസ്ഥാന നഗരിയിൽ എപ്പോഴും തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു വലിയ മത്സരം കാഴ്ചവെക്കുവാൻ പലപ്പോഴും ശശി തരൂരിന് സാധ്യമായിരുന്നു. ആ ശശി തരൂരിന് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ, അതോ തീരമേഖല ശശി തരൂരിനെ കൈവിടാതെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യമാണ് വരും മണിക്കൂറുകളിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. ബിനോയ്, ആറ്റിങ്ങൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ആറ്റിങ്ങൽ ലീഡ് നില ഇപ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വളരെ നേരിയ ലീഡിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആറ്റിങ്ങലിനെ സംബന്ധിച്ചോളം CPMൻ്റെ ഒരു കോട്ടയായിരുന്നു ആറ്റിങ്ങൽ. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം അവിടേക്ക് കോന്നി MLA ആയിരുന്ന അടൂർ പ്രകാശിനെ രാജിവെപ്പിച്ചതിന് ശേഷം ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കാൻ AICC തീരുമാനം KPCC നടപ്പിലാക്കുകയായിരുന്നു. അന്ന് ഏകദേശം 38,247 വോട്ടിനാണ് അടൂർ പ്രകാശ് അവിടെ ജയിക്കുന്നത്. കേരളത്തിൽ പൊതുവെ ഒരു ട്രെൻഡ് അന്ന് കോൺഗ്രസിന് അനുകൂലമായിരുന്നു. അന്ന് നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി, പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമലയിലേക്കുള്ള സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് അടൂർ പ്രകാശ് എത്തുന്നത്. ആ സമയത്ത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അവരന്ന് 2.5 ലക്ഷത്തിലധികം വോട്ട് അവിടെ അവർക്ക് കിട്ടിയിരുന്നു. BJPക്ക് ഇതൊരു വലിയ നേട്ടമായിരുന്നു. അത്രയും വോട്ട് ഇപ്പോൾ വി മുരളീധരൻ എത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ അവിടെ നമ്മൾ ആ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ CPMൻ്റെ ഒരു വലിയ സ്വാധീനമുള്ള മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം. പ്രത്യേകിച്ച് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വാമനപുരം ഉൾപ്പെടെയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും LDFിൻ്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ച് നിയമസഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ LDFിൻ്റെ സ്വാധീന മേഖലയിലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് മത്സരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അത്തരത്തിൽ ഒരു വലിയ മത്സരം കാഴ്ചവെക്കുവാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞുവെങ്കിൽ പോലും പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അരുവിക്കര, വാമനപുരം മേഖലകളിലൊന്നും തന്നെ കാര്യമായൊരു മുന്നേറ്റം കോൺഗ്രസ്സിന് ഏകദേശം ആ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു 10,000-ലധികമെങ്കിലും കോൺഗ്രസ് ലീഡ് പിടിച്ചാൽ മാത്രമേ ആറ്റിങ്ങലിലും ചിറയൻകീഴിലേക്കും എത്തുമ്പോഴേക്കും ഒരു മത്സരത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു മുന്നിൽ അല്ലെങ്കിൽ വിജയത്തിലെത്താൻ പ്രത്യേകിച്ചും കോൺഗ്രസ്സിനാവുകയുള്ളൂ. എന്നാൽ അവിടെ ഈ വാമനപുരത്തും ഒപ്പം തന്നെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ 2 മണ്ഡലങ്ങളാണ് വാമനപുരവും അതുപോലെ തന്നെ അരുവിക്കരയിലും അങ്ങനെ കാര്യമായൊരു മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞില്ല. അത്തരം ഒരു മുന്നേറ്റം നടത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിലേക്ക് പോകില്ലായിരുന്നു. എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കാം ആറ്റിങ്ങലിലെ ഫലം എന്താകുമെന്നറിയാനായി. നമുക്ക് കോഴിക്കോട്ടേക്കൊന്ന് പോകാം. റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട്, വയനാട്, വടകരയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം എന്നൊക്കെ പറയുമെങ്കിലും ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായി തന്നെ ആധിപത്യം നിലനിർത്തിയിരിക്കുന്നു. അവിടെ ഏതൊക്കെ മേഖലകളിലാണ് ഷാഫിക്ക് വ്യക്തമായ മുന്നേറ്റം ഉണ്ടായത്? അതോടൊപ്പം തന്നെ കോഴിക്കോട് MK രാഘവന്റെ വിജയത്തെ എങ്ങനെ കാണണം? വയനാട്ടിൽ